ക്രേസി ട്യൂട്ടേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് SSLCയിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു 7th ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുക. ഇത് ഞാനൊരു ചലഞ്ച് വെക്കുകയാണ്. ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഓക്കെ, ഞാനിതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി വന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കളഞ്ഞ ആ ഒരു ടൈം, അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇത് പഠിപ്പിച്ച് തീർക്കും. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട ടൈമിന് അനുസരിച്ചിട്ടുള്ളൊരു പേയ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കിത് മനസ്സിലാവുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്നിട്ട് വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ നിൽക്കുന്നു, അതുപോലെ കുറച്ച് കുട്ടികൾ അവിടെ ക്ലാസ്സിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ പറയുന്നുണ്ട്, പിരമിഡ് ഓഫ് ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 130 മീറ്റർ വെയർ ബിൽറ്റ് ഇൻ 2700 BC. അതായത് 2700 BC കാലഘട്ടത്തിൽ നിർമ്മിച്ച 130 മീറ്റർ ഹൈറ്റുള്ള ഒരു പിരമിഡാണ് നിങ്ങൾ ഈ പിക്ചറിലൂടെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയാൽ കാണാം. 130 മീറ്റർ ആണ്, പിന്നെ ഗ്രേറ്റർ ദാൻ 130 മീറ്റർ. അപ്പോൾ 130 മീറ്ററിനേക്കാൾ ഹൈറ്റ് കൂടിയ ഒരു പിരമിഡ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് 2700 BC-യിലാണ്. അപ്പോൾ ഏതാണ്ട് വെയിറ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്റ്റോൺസിൻ്റെ ഒക്കെ വെയിറ്റ് റഫ്ലി 70,000 കിലോഗ്രാം ആണ് അതിൻ്റെ ആ സ്റ്റോണുകളുടെ ഒരു റഫ്ലി അതിൻ്റെ ഒരു വെയിറ്റ് പറയുന്നത്. നിങ്ങൾ ഇതേണക്കുള്ള പിരമിഡുകളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഒരു കുട്ടി മനസ്സിൽ ചിന്തിക്കുകയാണ്. there were no machines in ancient times to lift so much weight. ഇതുപോലുള്ള വെയിറ്റുകളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ അന്നത്തെ കാലത്ത് മെഷീനുകളൊന്നുമില്ലായിരുന്നു അല്ലേ? എന്നിട്ടും ദെൻ ഹൗ വാസ് ദിസ് പോസിബിൾ, എങ്ങനെയാണ് എന്നിട്ടും ഇവരിത് സാധ്യമാക്കിയത് എന്നാണ് ആ കുട്ടിയുടെ മനസ്സിലെ ചിന്ത. കാര്യം ഇത്രയും വെയിറ്റുള്ള സംഭവമൊക്കെ പൊക്കിയെടുത്ത് വെച്ച് വലിയ പിരമിഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് മെഷീൻസ് ഒന്നുമില്ല. പിന്നെ ഇവരത് എങ്ങനെ അത് ചെയ്തു എന്നുള്ളത് ആ കുട്ടിയുടെ ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അതിനെ താഴെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ടീച്ചറിൻ്റെ ആ പറഞ്ഞ കാര്യവും ആ കുട്ടിയുടെ ഡൗട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ലോറി ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ ഒരു പ്രതലത്തിനാണ് എന്തെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് പിന്നെ വീൽ ചെയറിലൊക്കെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചരിഞ്ഞ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രതലം ഉണ്ടാവും, ഒരു ചരിഞ്ഞ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ടാവും. വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലൈംബ് സ്റ്റെയർസ്, അപ്പം സ്റ്റെയർസ് കടന്നു പോകുന്നത് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇതേപോലുള്ള റാമ്പുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റെഡ്യൂസ് എക്സേർഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനം കുറയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്ലൈൻഡ് പ്ലെയിനൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊടുത്തിട്ടുള്ളത്. ഇനി ചില ഫെമിലിയർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഫിഗർ നോക്കുക, ഫിഗർ 7.1 നോക്കിക്കേ. അതിനകത്ത് BCDE. അതിലൊന്നാമത്തത് ഒരാൾ ഒരു ബോട്ടിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് ഊരാൻ നോക്കുക, അല്ലെങ്കിൽ തുറക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ചില സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ല, നമ്മളൊരു ബോട്ടിലിനകത്ത് വരും, നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഊരി എടുത്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത് നെയിൽ കട്ടർ വെച്ച ഒരാൾ എന്ത് ചെയ്യാണ്? നെയിൽ കട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിലാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണർ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരാൾ പൈപ്പിനകത്തൂടെ വെള്ളം പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവത്തിന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെള്ളം ആ പൈപ്പിനകത്തൂടെ വരുത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡിവൈസുകൾ കാണിച്ചിട്ടുണ്ട്. ഹൗ ഡിഡ് ദീസ് ഡിവൈസ് അലീവിയേറ്റ് എക്സേർഷൻ? എങ്ങനെയാണ് ഈ ഡിവൈസുകളിലൂടെ നിങ്ങൾക്ക് എക്സേർഷൻ, നിങ്ങളുടെ അധ്വാനം റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അലീവിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അലീവിയേറ്റ് എക്സേർഷൻ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഡിവൈസ് കൊണ്ട് നിങ്ങളുടെ അധ്വാനം കുറയ്ക്കാൻ പറ്റുന്നത്? ഈ ഡിവൈസുകളിലൂടെ എങ്ങനെ അധ്വാനം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അധ്വാനം കുറയ്ക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയുള്ള മെഷീനുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ മെഷീൻസ്. അപ്പോൾ സിമ്പിൾ മെഷീൻസ് എന്താണെന്ന് മനസ്സിലായോ? സിമ്പിൾ മെഷീൻസ്.
അപ്പോൾ സിമ്പിൾ മെഷീനുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സിമ്പിൾ മെഷീൻ്റെ പ്രത്യേകത? അതായത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഫോഴ്സ് എടുത്തിട്ട് ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ബോട്ടിൽ ഓപ്പണർ നമ്മുടെ കൈ കൊണ്ട് ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്തൊരു പ്രയാസമാണ്. അതേസമയം നമ്മൾ ഈ സിമ്പിൾ മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പണർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അവിടെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എക്സർഷൻ, നമ്മുടെ അധ്വാനത്തിനെ കുറച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നമുക്ക് നമ്മളുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയുള്ള മെഷീനുകളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസുകളെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി അപ്പോൾ സിമ്പിൾ മെഷീൻസിനെ പറ്റിയിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സിമ്പിൾ മെഷീൻസ് എങ്ങനെയാണ് നമുക്ക് ഇത്ര ഈസിയറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ മെഷീൻ കൊണ്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഫിഗർ 7.2a ആണ്. ഒരാൾ ആണിയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചൂരുവാണ്. ആണി കൈ കൊണ്ട് വലിച്ചു വരുന്നു. തൊട്ടപ്പുറത്ത് റിമൂവിങ് എ നെയിൽ യൂസിങ് നെയിൽ പുള്ളർ. നെയിൽ പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ആൾ എന്ത് ചെയ്യാണ്? നെയിൽ പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നെയിൽ വലിച്ചൂരി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിലും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അധ്വാനം ഏതിനാണ് വേണ്ടത്? നമ്മൾ കൈ കൊണ്ട് ഒരു ആണി, ഒരു ടേബിളിൽ തറച്ചിരിക്കുന്ന ആണി നമ്മൾ കൈ കൊണ്ട് വലിച്ചൂരുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ആണി വലിച്ചൂരി എടുക്കാൻ. നേരെ മറിച്ച് ഒരു നെയിൽ പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെയിലിനെ പുള്ളി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഈസിയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഫിഗർ 7.2a-ക്കാണോ 7.2b-ക്കാണോ? അതായത് ഇവിടെ വേണ്ടുന്നത് എന്താണ്? നമ്മൾ കൈ കൊണ്ട് നെയിൽ ബൈ ഹാൻഡ് അല്ലേ, അതായത് വെൻ റിമൂവിങ് ദ നെയിൽ ബൈ ഹാൻഡ്, നെയിലിനെ നമ്മുടെ കൈ കൊണ്ട് റിമൂവ് ചെയ്തെടുക്കുന്നതിനാണ് നമുക്ക് കൂടുതൽ എന്ത് വേണ്ടുന്നത്? കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഡിവൈസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് വി അപ്ലൈഡ് മെനി ഫോഴ്സ്. അതായത് ഏത് ഡിവൈസാണ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ്, അതായത് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മുടെ ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി ഊരിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എഫക്റ്റ് കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ പിന്നെ ഏത് ഡിവൈസാണ് നമ്മളെ സഹായിക്കുന്നത് പറഞ്ഞാൽ കൈ കൊണ്ട് എന്തായാലും വലിച്ചൂരിയാൽ അത് ഡിവൈസ് ആവുന്നില്ലല്ലോ. അപ്പോൾ ഡിവൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നെയിൽ പുള്ളറാണ്. അപ്പോൾ ഫോഴ്സ് കൂടുതൽ അവിടെ ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്കാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഡിവൈസിനെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ഈ ആണി ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ വിച്ച് ഡിവൈസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് വി അപ്ലൈഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂടുതൽ ഫോഴ്സ് പിന്നെ അല്ലെങ്കിൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്തുവിനെ വലിച്ചൂരി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെയിൽ പുള്ളറാണ്. ഇനി ഒബ്സർവ് ദ 2 ways ഓഫ് ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ. ഇനി അടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരു കിണറിനകത്തുനിന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. ഇവിടെ രണ്ട് രീതിയിൽ വെള്ളം കോരുന്നുണ്ട്. ഒരാൾ താഴേന്ന് കയറ് പിടിച്ച് വെള്ളം കോരി പൊക്കി എടുക്കുന്നുണ്ട്. മറ്റേ ആളാണെങ്കിലോ ഒരു കപ്പിയും കയറും ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൂടെ എന്ത് ചെയ്യാണ്? കയർ ഇങ്ങനെ വെച്ചിട്ട് വലിച്ച് താഴേക്ക് ഇങ്ങനെ വലിച്ചിട്ടാണ് വെള്ളം കോരി എടുക്കുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡിൽ വെള്ളം എടുക്കുന്ന ആൾ താഴേന്ന് വലിച്ചു പൊക്കി എടുക്കുന്നു, അല്ലാത്ത ആൾ എന്ത് ചെയ്യാണ്? കപ്പിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻ ബോത്ത് ദ സിറ്റുവേഷൻസ് ഏതിലാണ്, അതായത് ഫോഴ്സ് അപ്ലൈഡ് ഇൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് ഫോഴ്സ് രണ്ടിടത്തും ഒരേ ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത്? ആണോ? ഒരാൾ ഇങ്ങനെ എടുക്കുന്നു, ഒരാൾ മേളിൽ നിന്ന് വലിച്ച് താഴേക്ക് എടുക്കുന്നു. അപ്പോൾ ഡൗൺവേർഡിലേക്കും ഉണ്ട്, അപ്വേർഡിലേക്കും ഉണ്ട്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും കൊടുക്കുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണോ എന്ന് ചോദിച്ചാൽ നോ, രണ്ട് സൈഡിലും ഒരേ ഡയറക്ഷനിലല്ല നമുക്ക് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു അപ്ലൈ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? പിന്നെ ഡൗൺവേർഡിലേക്കാണോ അപ്വേർഡിലേക്കാണോ? നമുക്ക് മേളിലോട്ട് വലിച്ചു കൊടുക്കാൻ പ്രയാസമില്ല. അപ്പം ഡൗൺവേർഡിലേക്കായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസിയർ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് എ പുള്ളി? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒരു പുള്ളിയുടെ ബെനിഫിറ്റ് എന്താണ്? അതായത് ദ പുള്ളി ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ടു എ മോർ കൺവീനിയൻറ്റ് വൺ. ഇവിടെ എന്താ പുള്ളി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ എങ്ങോട്ടേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പുള്ളി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ പുള്ളിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം വലിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ പുള്ളി എന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
ആ ഒരു നമ്മളുടെ ഒരു പ്രവർത്തനം, നമ്മുടെ ഒരു എഫോർട്ടിനെ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 7.2a ഫിഗർ ഉണ്ട്, 7.2aയും ബിയും, അതുപോലെ തന്നെ 7.3aയും ബിയും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എല്ലാ ഫിഗറും എടുക്കുക. ആണി വലിച്ചൂരി എടുക്കുന്നു, അതുപോലെ തന്നെ നെയിൽ പുള്ളി ചെയ്തെടുക്കുന്നു, അതുപോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നു, കിണറ്റിൽ നിന്ന് വെള്ളം എന്താണ് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 സിറ്റുവേഷൻസ് തന്നിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് വി അപ്ലൈഡ് ഇൻക്രീസ് മെനിഫോൾഡ്? അതായത് ഏത് സാഹചര്യത്തിലാണ് ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സിൻ്റെ എഫക്റ്റ്, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെയിൽ പുള്ളറിലാണ്. ഇനി രണ്ടാമത്, വിച്ച് ഡിവൈസ് ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്? അതായത് ഏത് ഡിവൈസിലാണ് നമ്മൾ എന്താണ് എഫക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഡിവൈസിലാണ്? നെയിൽ പുള്ളറിലാണ്. വിച്ച് ഡിവൈസ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്? അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിന്, അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലേ, പിന്നെ ആ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസ് ഏതാണ്? ഈ പറയുന്ന പുള്ളിയാണ്. ഇത്രയും നേരം പറഞ്ഞെല്ലാം ഒന്നിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ്, ഇനി നാരങ്ങ പിഴിയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതിന് മുമ്പ് സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ? സിമ്പിൾ മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓർ ബോത്ത്. ക്ലിയർ ആണല്ലോ. നെയിൽ പുള്ളറും അതുപോലെ തന്നെ പുള്ളിയും മാത്രമാണോ സിമ്പിൾ മെഷീനായിട്ടുള്ളത്? അല്ല, പ്രധാനമായിട്ടും 6 സിമ്പിൾ മെഷീൻസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ലിവർ, പിന്നെ പുള്ളി, വീൽ ആൻഡ് ആക്സിൽ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ, അതുപോലെ വെഡ്ജ്. ഈ 6 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് ലിവറാണ്, നമുക്ക് ഓരോന്നോരോന്ന് വിശദമായിട്ട് പറയാം. വേറൊരു കാര്യം പറയുന്നത്, ഇനി ലെമൺ അതായത് നാരങ്ങ പിഴിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വാട്ട് ഈസ് എ ഫോഴ്സ് വി അപ്ലൈഡ് ഓൺ ദ ലെമൺ സ്ക്വീസർ? അതായത് നമ്മളിവിടെ F1 എന്നും F2 എന്നും പറഞ്ഞുകൊണ്ട് 2 തരത്തിലുള്ള ഫോഴ്സ്, 2 തരത്തിൽ F1 F2 എന്നും പറഞ്ഞ് 2 ഫോഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ ലെമൺ സ്ക്വീസർ? നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലെമൺ സ്ക്വീസറിൻ്റെ എവിടെയായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫോഴ്സ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ലെമൺ സ്ക്വീസർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കുന്നു അല്ലേ, അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഏത് ഭാഗമാണോ അവിടെ അല്ലേ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കൈയുടെ ഭാഗത്ത് F1 അല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സ് F1 അല്ലേ അവിടെ വരുന്ന ഫോഴ്സ്? അപ്പോൾ വാട്ട് ഈസ് എ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ ലെമൺ സ്ക്വീസർ എന്ന് പറഞ്ഞാൽ അത് F1 ആണ്. ഈ രണ്ടാമത്, പിന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു നാരങ്ങ വെച്ചേക്കല്ലേ, അപ്പോൾ നാരങ്ങ പ്രസ് ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ നാരങ്ങ ഇവിടെ വെച്ചേക്കാണ്. ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ നാരങ്ങയ്ക്ക് ഒരു ബലം ഉണ്ടല്ലോ, ആ ബലം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ എത്ര പ്രസ് ചെയ്യുമ്പോഴും അതിങ്ങനെ ഒരു പവർ ഞാൻ ഒരുപാട് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. നാരങ്ങയിൽ നിന്നും ഒരു ഫോഴ്സ് നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു ഫോഴ്സ് തരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കൊടുക്കുന്നൊരു ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് നാരങ്ങയ്ക്ക് ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ ഞാനിത് എത്ര നല്ല പാടോട്ട് പ്രസ് ചെയ്താലേ അത് അമുങ്ങി അതിനകത്തുനിന്ന് നീര് വരത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫോഴ്സ് ദ ലെമൺ അപ്ലൈസ് അഗേൻസ്റ്റ് ദ ഫോഴ്സ്? ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെതിരായിട്ട് ലെമൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ F2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ, ലെമണിൻ്റെ നേരെ ആ ഫോഴ്സാണ് അവിടെ ലെമൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ എ ലെമൺ സ്ക്വീസർ ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ മെഷീൻ, നമ്മളിപ്പോൾ ലെമൺ സ്ക്വീസറിനെ ഒരു സിമ്പിൾ മെഷീനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദ ഫോഴ്സ് വി അപ്ലൈ ടു സ്ക്വീസ് ദ ലെമൺ ഈസ് ദ എഫേർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലെമണിനെ പിന്നെ എന്താണ് സ്ക്വീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു ബലം ഉണ്ടല്ലോ, അതിനെ എഫേർട്ട് എന്നും ആ ലെമൺ ഇരിക്കുന്ന ഭാഗത്തിന് ലോഡെന്നും പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഒരു ലെമൺ സ്ക്വീസർ, എനിക്ക് അറിയത്തില്ല വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടാണ് ലെമൺ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പിയിൽ പിടിച്ച് പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ പ്രസ് ചെയ്യുന്ന, ഞാൻ എടുക്കുന്ന എഫോർട്ടല്ലേ, ഞാൻ എടുക്കുന്ന കഷ്ടപ്പാടല്ലേ ഞാൻ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ പ്രസ് ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയും? എൻ്റെ എഫോർട്ടാണെന്ന് പറയും. ഇവിടാണ് എഫോർട്ട് അഥവാ E എന്ന് പറയും. ഓക്കെ, എന്നാൽ എവിടെയാണ് നാരങ്ങ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം? ദാ ഈ ഭാഗത്തല്ലേ. അതിനുശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും അല്ലേ. ഈ സ്ക്രൂ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് 2 വട്ടം കളയി പോകത്തില്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് പ്രസ് ആവുന്നത്. അപ്പോൾ ഇവിടെ നാരങ്ങ വെക്കുന്നു. ഈ നാരങ്ങ വെക്കുമ്പോൾ നാരങ്ങയാണല്ലോ നമ്മൾ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണ് ലോഡ് പോകുന്നത്? ഈ നാരങ്ങ ഇരിക്കുന്നിടത്തേക്കല്ലേ ലോഡ് പോകുന്നത്. അപ്പോൾ ഞാൻ എഫോർട്ട് കൊടുക്കുമ്പോൾ ലോഡ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? നാരങ്ങ ഇരിക്കുന്നിടത്തേക്കാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ലോഡെന്ന് വിളിക്കാം, അഥവാ L. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എൻഡ് ഭാഗത്തൊരു സ്ക്രൂ ഇരിക്കുന്നുണ്ടോ? ഇതിനെ രണ്ടിനെയും കൂടെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു സ്ക്രൂ വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഫൽക്രം എന്നാണ്. ഫൽക്രം. ഓക്കെ, ഫൽക്രം എന്നും പറയും. അപ്പോൾ എഫോർട്ട് എന്താണ്, ലോഡ് എന്താണ്, ഫൽക്രം എന്താണെന്ന് മനസ്സിലായല്ലോ. ശരി, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ സിമ്പിൾ മെഷീൻ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ മെഷീനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിനെ എഫോർട്ട് എന്നും, ലോഡ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ദാറ്റ് ദ മെഷീൻ ഓവർകംസ്,
ഓർ ദ ഫോഴ്സ് ദ ഒബ്ജക്റ്റ് അപ്ലൈസ് എഗൻസ്റ്റ് അസ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ട് തരുന്നൊരു സാധനമാണല്ലോ ഈ ലോഡ് എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് ദാറ്റ് എ മെഷീൻ ഓവർകംസ്, ആ മെഷീൻ ഓവർകം ചെയ്യുന്ന ലോഡ് ഏതാണോ അതിനെയാണ് ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ ലെമൺ സ്ക്വീസറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? F1 ആണോ F2 ആണോ? നിങ്ങൾ ഈ ഫിഗറിനകത്ത് നോക്കിക്കേ, F1 ആണോ F2 ആണോ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ലോഡ്? നമ്മൾ കൊടുക്കുന്നത് F1 ആണ്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഇസ് ദ ഫോഴ്സ് ദ ലെമൺ അപ്ലൈസ് അഗൻസ്റ്റ് ദ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഇവിടെ F2 ആണ്. അതിനെയാണ് ലോഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലോഡ് ആൻഡ് ദ എഫോർട്ട് വൈൽ റിമൂവിങ് എ നെയിൽ യൂസിങ് എ നെയിൽ പുള്ളർ. നെയിൽ പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ നെയിലിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ലോഡ് ഏതാണ്, എഫോർട്ട് ഏതാണ്? അങ്ങനെ നെയിലിനെ വലിച്ചൂരി എടുക്കുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എവിടെയാണോ അതിന് എഫോർട്ട് കൊടുക്കുന്നത് ആ കൈ വെച്ച് പിടിച്ചിട്ടില്ല, ഇങ്ങനെയല്ലേ വലിച്ചൂരുന്നത്, അങ്ങനെ വലിച്ചൂരുന്ന ഭാഗത്തിന് എന്താണെന്ന് പറയാം? എഫോർട്ട് എന്ന് പറയാം. അല്ലേ, നമ്മളെടുക്കുന്ന കഷ്ടപ്പാടില്ലേ അതാണ് എഫോർട്ട്. എന്താണ് വലിച്ചൂരി എടുക്കുന്നത്? ആണിയാണ്. അപ്പോൾ ആ വലിച്ചൂരി എടുക്കുന്ന എവിടെയാണോ അവിടെയാണ് എന്തെന്ന് പറയുന്നത്? ലോഡെന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ലിഫ്റ്റിംഗ് എ സ്റ്റോൺ വെയിങ് 400 ന്യൂട്ടൺ യൂസിങ് എ ക്രോബാർ. ഒരു ക്രോബാർ എന്ന് പറഞ്ഞ ഒരു ബാർ, ഇപ്പം ഇങ്ങനെ ഒരു ബാർ ഒരു ഇരുമ്പ് വടിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, ക്രോബാർ. ഈ ക്രോബാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു കല്ലിനെ പൊക്കുകയാണ്. അപ്പോൾ ഇവിടാണ് കല്ലിരിക്കുന്നത്, ഒരു വലിയ കല്ലിരിക്കുകയാണ്. ഈ കല്ലിന് 400 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. ഓക്കെ, കല്ലിന് 400 ന്യൂട്ടൺ ഉണ്ട്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യാണ്? എൻ്റെ കൈ കൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഈ സംഭവത്തിനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇത് പൊക്കുന്ന സമയത്ത് എൻ്റെ ഹാൻഡിന് ഇവിടെ എത്ര ഉണ്ട്? 100 ന്യൂട്ടൺ ആണുള്ളത്. വാട്ട് ഈസ് ദ വെയിറ്റ് ലിഫ്റ്റഡ് യൂസിങ് ദ ക്രോബാർ? അപ്പോൾ ക്രോബാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രോബാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്? 400 ന്യൂട്ടൺ ആണ് അല്ലേ? ഇത്രയും വലിയൊരു വെയിറ്റിൽ ഞാൻ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് 400 ന്യൂട്ടൺ അല്ലേ? അപ്പോൾ ആ 400 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ സാധനത്തിനെ നമ്മൾ ഒരു ലോഡിനെ അല്ലേ ഇതെടുക്കുന്നത്? അപ്പോൾ ഇതില്ലേ ലോഡ്? ഞാൻ എൻ്റെ കൈ കൊണ്ട് എഫോർട്ട് എടുക്കുന്നു. അപ്പോൾ 100 ന്യൂട്ടൺ ആണ് ഞാൻ കൊടുത്ത എഫോർട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എഫോർട്ട് എന്ന് വിളിക്കാം അല്ലേ? എന്താണോ പൊക്കാൻ ഞാൻ നോക്കുന്നത് അതാണ് അവിടുത്തെ ലോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഈ കല്ല് പൊക്കാൻ ചുമ്മാ ഒരു കമ്പി വെച്ച് കല്ല് പൊക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു താങ്ങ് കൊടുക്കണം, ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് ഞാനൊരു സപ്പോർട്ട് കൊടുത്തേക്കാണ്. ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കല്ലിനെ നമ്മൾ ഫൽക്രം എന്ന് വിളിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ കല്ലിനകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഒരു വലിയ കല്ലെടുക്കാൻ വേണ്ടി നോക്കുന്നു. എനിക്ക് ആകെ 100 ന്യൂട്ടനേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ കമ്പി വെച്ചിട്ട് എടുക്കാൻ പോകുന്ന സാധനത്തിൻ്റെ വെയിറ്റ് എത്ര? 400 ന്യൂട്ടനാണ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് സപ്പോർട്ട്. ഇതിനെ ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് പൊക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഈ കമ്പി എന്ത് ചെയ്യും? ഇങ്ങനെ സപ്പോർട്ട് വെക്കുക. അപ്പോൾ ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് പൊക്കുമ്പോഴത്തേക്ക് ഈ കല്ല് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ആ സപ്പോർട്ട് വെക്കുന്നത്. ആ സപ്പോർട്ടിന് പറയുന്ന പേരാണ് ഫൽക്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി വാട്ട് ഈസ് എ വെയിറ്റ് ലിഫ്റ്റഡ് യൂസിങ് എ ക്രോബാർ? ക്രോബാർ ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. എത്ര വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്? അവിടെ കൊടുത്തിട്ടുണ്ടാവും വലിയ കല്ലിൻ്റെ വെയിറ്റ് എത്ര? 400 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ്? ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്രയായിരിക്കും? അത് 100 ന്യൂട്ടൺ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൗ മെനി ടൈംസ് ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻക്രീസ്? അതായത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോഴ്സ്, ഹൗ മെനി ടൈംസ് ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈ ഇൻക്രീസ്? അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഇല്ലേ, ആ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എത്ര തവണയാണ് അവിടെ കൂടുന്നതെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വെയിറ്റ് അല്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നത്, ഞാൻ 100 ന്യൂട്ടനുള്ള ഒരാളാണ്. 400 ന്യൂട്ടനുള്ളൊരു സാധനത്തിന് ഞാൻ പൊക്കുകയാണ്. അപ്പോൾ 100 ന്യൂട്ടനുള്ള ഞാൻ 400 ന്യൂട്ടനുള്ളൊരു സംഭവത്തിനെ പൊക്കണമെങ്കിൽ എനിക്ക് എത്ര ടൈംസോളമായിരിക്കും അത് ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് 100 100 100 100 400 ആവണമെങ്കിൽ 100 100 100 100. അപ്പോൾ 4 ടൈംസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അത് എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന 400 ന്യൂട്ടനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള 100 ന്യൂട്ടൺ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 4 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ക്രോബാർ? ഈ ക്രോബാർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അതായത് വി ക്യാൻ ലിഫ്റ്റ് എ ഹെവി ലോഡ് അല്ലേ? നമ്മളിപ്പോൾ എടുത്ത ഒരു 400 ന്യൂട്ടൺ ഉള്ള ഒരു ഹെവി ലോഡ് എന്താണ്? ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് 100 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് 400 ന്യൂട്ടൺ വെയിറ്റ് ഉള്ളൊരു സാധനത്തിനെ എനിക്ക് ഉയർത്താൻ പറ്റിയെങ്കിൽ അത് ഈ ക്രോബാർ കൊണ്ടല്ലേ ഉയർത്താൻ പറ്റിയത്. അപ്പോൾ ക്രോബാറിൻ്റെ യൂസേജ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞാനൊരു കൈ കൊണ്ടൊരു സംഭവം എടുത്ത് ചെയ്യുമ്പോൾ, ഞാൻ കൈ കൊണ്ടൊരു വസ്തുവിനെ ഞാനെടുത്ത് വലിച്ചൂരാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതേസമയം ഒരു മെഷീൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസ് കൊണ്ട് അത് ഊരാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് വളരെ എളുപ്പമാകുന്നുവെങ്കിൽ എനിക്ക് മെക്കാനിക്കലായിട്ടുള്ളൊരു വസ്തു കൊണ്ട് ഒരു ഗുണം കിട്ടിയില്ല, ഒരു അഡ്വാൻറ്റേജ് അല്ലേ കിട്ടിയത്? അതിനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്
എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ ഒരു സാധനം ഒരു പിന്നെ കടയിൽ ചെന്നിട്ട് ഒരു സോഡ മേടിച്ചു, എൻ്റെ പല്ല് കൊണ്ട് കടിച്ചിളക്കാൻ നോക്കുകയാണ് എൻ്റെ കോർക്ക്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കൈ കൊണ്ട് ഇളക്കാൻ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോർക്ക് വെച്ച് ഇളക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കത് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുറച്ച് ഈസിയായി കാര്യങ്ങൾ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സിമ്പിൾ മെഷീൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് എനിക്കൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയേക്കുകയാണ്, അല്ലേ? ഒരു മെക്കാനിക്കൽ ലെവലിൽ ഒരു ഗുണം കിട്ടിയേക്കുകയാണ്. അങ്ങനെ ഉള്ളതിനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഥവാ MA എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ MA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ലോഡ് ടു ദ എഫേർട്ട്. അതായത് എത്ര തവണകളാണ് ലോഡ്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് എത്ര തവണയാണ് ലോഡ് എന്നുള്ളതാണ് അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കൊടുക്കുന്ന എഫേർട്ട് 100 ന്യൂട്ടൺ ആണെങ്കിൽ എനിക്ക് എടുക്കേണ്ട സാധനം 400 ന്യൂട്ടനും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയോ? കിട്ടി. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടി. അതുകൊണ്ട് ഇനി 100 ന്യൂട്ടൺ മാത്രം ഫോഴ്സ് കൊടുത്തുകൊണ്ട് 400 ന്യൂട്ടൺ ഒരു സാധനത്തിനെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ എൻ്റെ എഫേർട്ട് അവിടെ കുറഞ്ഞോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ കിട്ടിയപ്പോൾ, കൂടിയപ്പോൾ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് കുറഞ്ഞു. എനിക്ക് എഫേർട്ട് വളരെ കുറച്ച് മതി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡിൽ നിന്ന് എനിക്കൊരു ഗുണം കിട്ടുക, എനിക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടി. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടിയാൽ എൻ്റെ എഫേർട്ട് കുറഞ്ഞു, എനിക്ക് വളരെ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA = ലോഡ് ബൈ എഫേർട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നോ യൂണിറ്റ്. ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് യൂണിറ്റ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഇല്ല. ഓക്കെ ആണേ? ശരി, ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ലിവർ. ഓക്കെ, ലിവർ. നമ്മൾ നേരത്തെ 6 സിമ്പിൾ മെഷീൻസിൻ്റെ കാര്യം പറഞ്ഞു, അല്ലേ? അതിനകത്ത് ഒന്നാമത്തതാണ് ലിവറായിട്ട് പറയുന്നത്, അല്ലേ? ലിവർ, പുള്ളി, വീൽ ആൻഡ് ആക്സ്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയും, ഇംഗ്ലണ്ട് പ്ലെയിനൊക്കെ പറഞ്ഞത്. ലിവറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ആർക്കിമിഡിസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ട്, എന്താ അറിയാം? എനിക്കൊരു ലിവർ തരിക, ഗീവ് മീ എ ലിവർ ലോങ് ഇനഫ് ആൻഡ് പ്ലേസ് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത് ആൻഡ് പ്ലേസ് ടു സ്റ്റാൻഡ്. എന്നിട്ട് എനിക്ക് എന്താണ്? എനിക്കൊരു ലിവറും തരണം, അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഭൂമിയെ പൊക്കി കാണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ല? ഫിഗർ 7.6 കൊടുത്തേക്കുന്നുണ്ടോ? അയാൾ ഭൂമിയെ പൊക്കുകയാണ്. അയാൾ ഇതാണ് ഭൂമിയാണല്ലോ നമ്മളുടെ ലോഡ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്താണ്? അയാൾ ഒരു ഫൽക്രം പോലൊരു സംഭവം വെച്ചേക്കുന്നു എന്ന് വിചാരിക്കുക. ഫൽക്രം, ആ സംഭവമാണ് ഫൽക്രം. അതുപോലെ ഇതെന്താണ്? ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഈ കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഉയർത്താൻ പോവുകയാണ്. അപ്പോൾ ഇവിടാണ് എന്ത്? അയാളുടെ എഫേർട്ട് എന്ന് പറയുന്നത്. അതാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെയിം ദ പൊസിഷൻ ദാറ്റ് സപ്പോർട്ട് ദ റോഡ് യൂസിങ് എ സിമ്പിൾ മെഷീൻ. ഈ ഒരു റോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതായത് ഈ കമ്പിയെ സപ്പോർട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് നേരത്തെ പറഞ്ഞത്, എന്ത്? ഫൽക്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ഫൽക്രം ഇൻ എ കോമൺ ബാലൻസ്, സീസോ എക്സെട്ര. അതായത് ഈ പറയുന്ന സീസോയിലാകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ ഈ കോമൺ ബാലൻസിലാകട്ടെ, ഫൽക്രത്തിനെ കാണുന്നത് എവിടെയാണത്? അതായത് ഇതിനകത്താണെങ്കിൽ ഫൽക്രം ഇരിക്കുന്നത് ഇവിടെ അല്ലേ? ഇതാണല്ലോ ഇതിൻ്റെ ഫൽക്രം. ഇതാണെന്നുണ്ടെങ്കിലോ ഇവിടെയല്ലേ ഇതിൻ്റെ ഫൽക്രം ഇരിക്കുന്നത്? അപ്പോൾ വേർ ഇസ് എ ഫൽക്രം ഇൻ കോമൺ ബാലൻസ്, സീസോ എക്സെട്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇൻ ബോത്ത് എ കോമൺ ബാലൻസ് ആൻഡ് സീസോ ദ ഫൽക്രം ഈസ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ചില പിള്ളേരെ കണ്ടിട്ട് ഇതിനൊക്കെ അങ്ങോട്ട് ബുക്ക് എടുത്തിട്ട് എനിക്കത് അറിയത്തില്ല, നിങ്ങോട്ട് കറക്കിയിട്ട് ഈ വിരലിൻ്റെ തുമ്പിൽ ഇങ്ങനെ നിർത്തും, അല്ലേ? തുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെയിട്ട് കറക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലർ കാണിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ ഈ ഇങ്ങനെയിട്ട് കറക്കി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ആ കറക്കുന്ന സമയത്ത് ആ ബുക്കിൻ്റെ മറ്റ് സൈഡുകളിലൊന്നും എന്തില്ല? ഒരു സപ്പോർട്ടില്ല. ഈ വിരലിൽ മാത്രമുള്ള സപ്പോർട്ട്. ആ ഭാഗമാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ടു ആക്ട്. അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മുഴുവൻ വെയിറ്റും ആക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഒരു ഫിഗർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഫൽക്രം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഫൽക്രം ഇതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫൽക്രം മുതൽ എഫോർട്ടിൻ്റെ സ്ഥലം വരെയുള്ള ആ ഡിസ്റ്റൻസിന്, ആ ഒരു എഫോർട്ട് ടു ഫൽക്രമാണ് എന്തെന്ന് പറയുന്നത്? എഫോർട്ട് ആം എന്ന് പറയുന്നത്. എഫോർട്ട് ആം. നേരെ മറിച്ച് ഇത് ലോഡാണ്. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ് ആം എന്ന് പറയുന്നത്. ലോഡ് ആം.
വാട്ട് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ എഫോർട്ട് ടു ദ ഫൾക്രം? എഫോർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിന് എന്തെന്ന് പറയുന്നത്? എഫോർട്ട് ആം എന്നാണ് പറയുന്നത്. പിന്നെ എഫോർട്ട് ആം എത്രയാണ്? ഇവിടെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 50 ഗ്രാം എവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെ 50 ഗ്രാം കൊടുത്തിട്ടുണ്ട്. എഫോർട്ട് ആം എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ 50 g ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ എഫോർട്ട് ടു ദ ഫൾക്രം നോൺ ആസ്? എഫോർട്ട് മുതൽ ഫൾക്രം വരെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എഫോർട്ട് ആം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 2 ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ ആണെങ്കിൽ എഫോർട്ട് ലോഡ് 50-ഉം എഫോർട്ട് 50-ഉം. അപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്, ഇത് 25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഓക്കെയാണ്, ഒരേ അളവിലായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ 60 ഗ്രാം കൊടുത്തു, ഇവിടെ ആണെങ്കിൽ 50 ഗ്രാം വെയിറ്റും കൊടുത്തു. എന്നിട്ട് ഇവിടെ 60 ഗ്രാം വെയിറ്റ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ 50 ഗ്രാം വെയിറ്റ് കൊടുത്തപ്പോൾ ഇവിടെ 50 ഗ്രാം വെയിറ്റ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഉള്ള 60 ഗ്രാം വെയിറ്റിനെ ഇവിടെ 25 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ ഡിസ്റ്റൻസ്. അതേപോലെ ഇവിടെ 25 സെൻറ്റിമീറ്റർ ആണ് വെച്ചിരുന്നതെങ്കിൽ ഇവിടെ 60 വെയിറ്റ് കൂടും, 50 വെയിറ്റ് കുറയുമായിരുന്നു. പക്ഷെ അതിന് പകരം ഇവിടെ ഈ ഡിസ്റ്റൻസ് ഇച്ചിരി നീക്കി വെച്ചു, ഒരു 30 വെച്ച് കൊടുത്തപ്പോൾ ഈ പറയുന്ന 60 ഗ്രാമിനെ എത്രത്തോളം ഈക്വലി ഹോൾഡ് ചെയ്യുന്നു അതേ ഈക്വലായിട്ട് തന്നെ ഈ 50 ഗ്രാമിനെയും ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മനസ്സിലായോ? അപ്പോൾ നീക്കി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ കോളത്തിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ലോഡ്, എഫോർട്ട്, ലോഡാം, എഫോർട്ടാം, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോഡിൻ്റെ ലോഡാമും എഫോർട്ടിൻ്റെ എഫോർട്ടാമും എന്ന് പറയുന്നുണ്ട്, ഇവിടെ ഇക്വേഷനൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ലോഡിനെയും ലോഡാമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണോ കിട്ടുന്നത്, എഫോർട്ടിനെയും എഫോർട്ടാമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത്, അത് രണ്ടും ഈക്വലായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അത് ആ കോളം മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്യും. ഇപ്പോൾ ഈ കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഈ സിമ്പിൾ മെഷീൻ പറഞ്ഞപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു പ്രോബ്ലം ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തിട്ട് തിരിച്ച് ലിവറിലേക്ക് ഒന്നുകൂടെ വരാം. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് പേജ് നമ്പർ 142. എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ വാസ് അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ഒരു നെയിൽ പുള്ളറിലേക്ക് 40 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നെയിലിനെ പുള്ള് ചെയ്തെടുക്കുക. നമുക്ക് നേരത്തെ അറിയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇക്വേഷൻ ലോഡ് ബൈ എഫോർട്ട് അല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എം എന്ന് പറയുന്നത് ലോഡ് ബൈ എഫോർട്ട് ആണെന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, നെയിൽ പുള്ളറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 ആണെങ്കിൽ വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ? നെയിലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡ് എത്രയായിരിക്കും എന്നാണ് അറിയേണ്ടുന്നത്. നമ്മൾ ഒരു എഫോർട്ട് എടുക്കുന്നു അല്ലേ, നെയിൽ പുള്ളർ വെച്ചിട്ട് ഒരു എഫോർട്ട് എടുത്ത് ഇത് വലിച്ചൂരാൻ പോകുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് 40 ന്യൂട്ടൺ ഫോഴ്സാണ്. ഇത് വലിച്ചൂരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 40 ന്യൂട്ടൺ ആണ്. ഇനി നെയിൽ പുള്ളറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 3 കിട്ടി. 3 എന്നുള്ളൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്കുണ്ട് അവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നെയിലിൽ വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ? ആ നെയിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ലോഡ് എത്രയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് ഞാൻ വളരെ ഈസി ആയിട്ടൊരു കാര്യം പറയാം. എഫോർട്ട് എന്ന് പറയുന്നത് 40 ന്യൂട്ടൺ അല്ലേ. നേരത്തെ പറഞ്ഞത് എന്താ? ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? 100 ന്യൂട്ടൺ കൊടുത്തപ്പോൾ 400 ന്യൂട്ടൺ വെയിറ്റ് ഉള്ളൊരു സാധനത്തിനെ പൊക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ എത്ര ടൈംസ് ആയിരുന്നു? 100നെ 100 100 100 100 അങ്ങനെ 4 ടൈംസ് ആണ് 400 ആവാൻ സാധ്യത ഉണ്ടായത്. അതായത് 400/100, 400/100 ആയിരുന്നു നമുക്ക് 4 കിട്ടിയത് എന്ന് പറയുന്നത് പോലെ തിരിച്ച് ചിന്തിക്കുക. അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്ര? 3 ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? 40 ന്യൂട്ടൺ ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഫോർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കൊടുക്കുന്ന എഫോർട്ട് 40 ന്യൂട്ടൺ ആണ്. അങ്ങനെ 40 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 ഉണ്ട്. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് 3 ആകുമ്പോൾ എത്ര? 40 40 40 അഥവാ 40 × 3 എത്ര ആയിരിക്കും? 4 3 12 120 ന്യൂട്ടൺ എന്നായിരിക്കും നമുക്കവിടെ കിട്ടേണ്ടത്. മനസ്സിലായോ? വളരെ ഈസി ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് = 3. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 = ലോഡ് ബൈ എഫോർട്ട്. 3 ആണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, 3 എന്ന് തന്നിട്ടുണ്ട്. 3 = ലോഡ് ബൈ എഫോർട്ട് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടുന്നത്? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോഡാണ് നമുക്ക് കിട്ടേണ്ടത്. ലോഡാണ് കണ്ടുപിടിക്കേണ്ടത് എത്രയാണെന്ന്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലോഡ് = 3 അവിടെ തന്നെ നിർത്തുന്നു. ഈ എഫോർട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് പോകുമ്പം ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഈ അപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും. 3 × E അല്ലേ. അപ്പോൾ ലോഡ് = 3 × E അഥവാ ലോഡ് = 3 × ഇവിടുത്തെ എഫോർട്ട് എത്ര? നമ്മൾ എത്ര എഫോർട്ട് കൊടുക്കുന്നത്? 40 ന്യൂട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ L = 3 × 4 12 120 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ലിവർ ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ എന്തായിരിക്കും? ഒരു കറക്റ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ
ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫോർട്ട് ഇൻറ്റു എഫോർട്ട് ആം എന്നാണ്. എന്നാൽ ലിവർ പല ടൈപ്പുകളുണ്ട്, അത് പല രീതികളിലോട്ട് വരും. അതായത് 3 തരത്തിലുള്ള ലിവേഴ്സ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഓർഡർ ലിവർ, 2 സെക്കൻഡ് ഓർഡർ ലിവർ, 3 തേർഡ് ഓർഡർ ലിവർ. എന്താണ് ഈ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്? ഇഫ് ദ ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ എഫേർട്ട്. ഉദാഹരണത്തിന് ഒരു ബാർ ഇവിടെ ഒരു ഫൾക്രം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കൊരു കല്ല് നമുക്കെടുത്ത് പൊക്കണം. ഓക്കെ, ഞാൻ കൊടുക്കുന്ന എഫേർട്ട്, ഞാൻ ഇവിടെ നിന്നാണ് ഇത് പിടിച്ച് താഴോട്ട് പ്രസ് ചെയ്യാൻ പോകണം. ഞാൻ കൊടുക്കുന്ന എഫേർട്ടാണ് ഇവിടെ. ഞാൻ പിടിച്ച് പ്രസ് ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയുന്നത്? ഞാൻ കൊടുക്കുന്ന എഫേർട്ട്. ഓക്കെ, അപ്പോൾ എഫേർട്ട് ഇതെന്ന് പറയുന്നത് ഫൾക്രമാണ്. ഫൾക്രം ഇതെന്താണ്? ഇതാണല്ലോ ലോഡ്. ഈ സാധനം വലിയ പൊക്കേണ്ടത്, അപ്പോൾ അതല്ലേ ലോഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നത് ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ എഫേർട്ട്. എഫേർട്ടിനും ലോഡിനും ഇടയിലാണ് ഫൾക്രം നിൽക്കുന്നതെങ്കിൽ ആ ലിവറുകളെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ കോമൺ ബാലൻസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കോമൺ ബാലൻസ്. അതുപോലെ തന്നെ സിസേഴ്സ്. ഇൻ എ കോമൺ ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻ എ കോമൺ ബാലൻസ് ദ എഫേർട്ട് ആം ആൻഡ് ദ ലോഡ് ആം ആർ. ഒരു കോമൺ ബാലൻസ് എടുത്താൽ അവിടെ എഫേർട്ട് ആമും അതുപോലെ ലോഡ് ആമും എന്തായിരിക്കും? ഈസി അല്ലേ, ഈക്വലാണ്. കണ്ടിട്ടില്ലേ ഒരു ഫൾക്രം എവിടെ ആയിരിക്കും വരുന്നത്? നമ്മൾ ഈ വെയിറ്റ് നോക്കുന്ന മെഷീനകത്ത് ഫൾക്രം എപ്പോഴും എന്താ വരുന്നത്? ഇവിടെ ആയിരിക്കത്തില്ലേ വരുന്നത്? പിന്നെ ഇവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ ലോഡും എഫേർട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഫൾക്രം ഈസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ എഫേർട്ട്. വാട്ട് അബൌട്ട് വൈൽ യൂസിങ് സിസേഴ്സ്? ഇനി സിസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സിസർ ഇതാണ് അല്ലേ? സിസർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കൈതാ വെച്ചിട്ട് ഈ സംഭവം എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ഈ സാധനം കട്ട് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ ഞാൻ ഇവിടെ പിടിച്ച ഭാഗം ഉണ്ടല്ലോ, ഈ പിടിക്കുന്ന ഈ ഭാഗം ഞാൻ കൊടുക്കുന്ന എഫേർട്ടാണ്. ഞാനിങ്ങനെ എഫേർട്ട് എടുത്താലേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പേപ്പർ ആവട്ടെ എന്ത് സാധനമാവട്ടെ, ഞാൻ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എഫേർട്ട് എടുക്കണം. തുണിയായാലും എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ ഇതിനെയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ഈ കട്ട് ചെയ്യപ്പെടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് എന്ത് വസ്തുവാണോ കട്ട് ചെയ്യുന്നത്, ആ കട്ട് ചെയ്യപ്പെടുന്ന ആ വസ്തു അവിടെ ആ ഭാഗമാണ് അതിൻ്റെ ലോഡ് വരുന്നത് അല്ലേ. ഇനി എവിടെയാണ് ഫൾക്രം വരുന്നത്? ഈ സ്ക്രൂ വരുന്ന ഭാഗം കണ്ടോ, അപ്പോൾ ഇവിടെ അല്ലേ ഫൾക്രം വരുന്നത്. സോ ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ്? ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ. ഇനി വൈൽ യൂസിങ് എ ക്രോബാർ ടു മൂവ് എ സ്റ്റോൺ. ഒരു സ്റ്റോൺ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്രോബാർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫിഗർ 7.11a നിങ്ങൾ കണ്ടിരുന്നു. ഷുഡ് യു ഇൻക്രീസ് ദ എഫേർട്ട് ആം ഓർ ദ ലോഡ് ആം ടു എൻഹാൻസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അതായത് പിള്ളേരെ, ഒരു ക്രോബാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ക്രോബാർ ആണെന്ന് വിചാരിക്കുക. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോഡാമാണോ എഫേർട്ടാമാണോ ഇൻക്രീസ് ചെയ്യേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പം എഫേർട്ട് കുറച്ചുകൊണ്ട് നമുക്ക് ഈ സാധനത്തിനെ പൊക്കിയെടുക്കാൻ പറ്റും. അതാണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ എഫേർട്ട് ആണോ കൂട്ടേണ്ടുന്നത്, ലോഡിൻ്റെ സൈഡാണോ കൂട്ടേണ്ടത്? അപ്പോൾ ഫൾക്രം, സപ്പോസ് ഇതൊരു സംഭവം ഫൾക്രം, ഞാൻ ഈ ഫൾക്രത്തിനെ ഇവിടെ വെക്കുന്നതാണോ? ഇവിടെ വെക്കുമ്പോൾ എന്തായി? എഫേർട്ട് കൂടുതൽ വന്നു അല്ലേ, ലോഡ് കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണോ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടാൻ ഈ സാധനം ഇവിടെ വെക്കണോ അതോ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കല്ലിനെ പൊക്കിക്കൂടെ? ഇവിടെ കൊണ്ട് വെച്ചാലോ, ഞാൻ ഇവിടെയാണ് വെയിറ്റ് കൊടുക്കുന്നെങ്കിൽ എന്ത് പാടാ, ഭയങ്കരമായിട്ട് വെയിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ എത്രത്തോളം ഫൾക്രം ഇങ്ങോട്ട് എഫേർട്ടിൻ്റെ അടുത്തേക്ക് വരുന്നോ അത്രത്തോളം ഡിഫിക്കൽട്ടി കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഫേർട്ട് ഫൾക്രത്തിൻ്റെ അവിടെ നിന്നും നല്ല ലോങ്ങിലായിരിക്കണം. അപ്പോൾ എഫേർട്ട് കൂടുതൽ ഗ്യാപ്പ് കിട്ടിയാൽ, കൂടുതൽ ഇൻക്രീസ്ഡ് സ്പേസ് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഈ ലോഡിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എഫേർട്ട് ആമാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. മനസ്സിലായി? എഫേർട്ട് ആമിൻ്റെ ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഇനി ഈ കേസിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്? ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ? അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എഫേർട്ട് കുറയുകയല്ലേ ചെയ്തത്. അതായത് എഫേർട്ടിൻ്റെ നീളം കൂടുമ്പോൾ എനിക്ക് എടുക്കാനുള്ള എഫേർട്ട് കുറയുകയാണ് ചെയ്തത്. എൻ്റെ എഫേർട്ട് കുറയുമ്പോൾ എനിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടിയെന്നില്ലേ. അപ്പോൾ 1നേക്കാൾ കൂടുതൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയാൽ എനിക്ക് എഫേർട്ട് കുറവാണെന്ന് അർത്ഥം. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? രണ്ടും ഈക്വൽ ആയിരിക്കും, ലോഡും എഫേർട്ടും ഈക്വൽ ആയിരിക്കും. എന്നാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1നേക്കാൾ കൂടുതൽ വന്നാൽ എനിക്ക് എഫേർട്ട് വളരെ കുറച്ച് മതി എന്നാണ്. മനസ്സിലായില്ലേ? അതേസമയം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 വന്നാലോ,
ലെസ് ദാൻ 1 വന്നാൽ അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറഞ്ഞു അല്ലേ, 1 കൂടി, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാട് കൂടിയെന്ന്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടുന്നില്ല, കുറച്ചേ കിട്ടുന്നുള്ളൂ, അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് കൂടുകയല്ലേ ചെയ്യുന്നത്, അപ്പം എൻ്റെ എഫോർട്ട് കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 എന്ന് പറഞ്ഞാൽ എൻ്റെ ലോഡും എഫോർട്ടും രണ്ടും ഒരേപോലെ ആയിരിക്കും. എന്നാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എനിക്ക് എഫോർട്ട് അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാട് കുറച്ചേ ഉള്ളൂ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ, മെഷീൻ്റെ ഗുണം അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഗുണം എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒരുപാട് കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് എഫോർട്ട് വളരെ കുറച്ച് മതി. അതേസമയം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 വന്നാലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറച്ചേ കിട്ടുന്നുള്ളൂ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നേരത്തെ ഞാനിപ്പോൾ പറഞ്ഞ തന്നെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ദി ലോഡ് ആം ഈസ് ഇൻക്രീസ്ഡ് മോർ ദാൻ ദി ലെങ്ത് ഓഫ് ദി എഫേർട്ട് ആം. ഓക്കെ, ലോഡ് ആമിൻ്റെ കണ്ടോ, ലോഡ് ആം ഇവിടെ ആണല്ലോ വരുന്നത്, ഈ സംഭവം ഇൻക്രീസ് ചെയ്യാണ് എഫേർട്ട് ആമിനേക്കാൾ, അപ്പോൾ എഫേർട്ട് ആം കുറവും ലോഡ് ആം ഇവിടെ കൂടുതലുമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെ വരുന്ന സമയത്ത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ എന്തായിരിക്കും? എനിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, ഭയങ്കര എഫോർട്ട് എടുത്ത് വേണ്ടി ഇതിങ്ങനെ താക്കാൻ അല്ലേ. ഈ സാധനം ഇവിടെ വന്നതുകൊണ്ട് താക്കാൻ ഭയങ്കര പാടാണ്, ഈ സാധനം ഇവിടെ ഇറങ്ങി ഈസി ആയിട്ട് താക്കാമായിരുന്നു അല്ലേ. അപ്പം ഇവിടെ വന്നതുകൊണ്ട് അതായത് ലോഡ് കൂടുതൽ വന്നു, എഫോർട്ട് നമുക്ക് കുറച്ചും വന്നു. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ലെസ് ദാൻ 1 കുറവായിരിക്കും, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറവായിരിക്കും, നമ്മൾ ഒരുപാട് പാടുപെടേണ്ട വരും ഇതെടുത്ത് പൊക്കാൻ വേണ്ടി. ഇനി റൈറ്റ് ഡൗൺ ദ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ ഫോർ ഡെയിലി ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഓർഡർ ലിവറുകൾക്ക് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ പ്ലയർ ഉണ്ടല്ലോ, പ്ലയർ, അതുപോലെ തന്നെ ബീം ബാലൻസ് എന്ന് പറയും, ബീം ബാലൻസ്, അതുപോലെ തന്നെ ഹാൻഡ് പമ്പ്, ഇതെല്ലാം എന്താണ് ഡെയിലി ലൈഫ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി സെക്കൻഡ് ഓർഡർ ലിവറിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ, ഈ 3 ടൈപ്പ് ലിവറുകളുടെയും പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഓർഡർ ലിവറിൽ എഫോർട്ടും ലോഡും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഫൽക്രം വരും, കണ്ടോ, കറക്റ്റ് എഫോർട്ടിൻ്റെ ലോഡിൻ്റെ ഇടയിലായിട്ട് ഫൽക്രം വരും. സെക്കൻഡ് ഓർഡർ ലിവറിനകത്താണെന്നുണ്ടെങ്കിലോ നോക്കിക്കേ, നമ്മൾ ഒരു നട്ട് ക്രാക്കർ അല്ലേ, നട്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നട്ട്സൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യുന്ന പൊട്ടിക്കുന്ന തരത്തിലുള്ളൊരു മെഷീനാണ്, ഒരു ഡിവൈസാണിത്. ഇതിനകത്ത് നമ്മൾ ഇവിടെ നല്ല ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്, അപ്പോൾ എഫോർട്ട് കൊടുക്കുന്നത് ഇവിടെ അല്ലേ. പിന്നെ ഇതിനകത്ത് നട്ട്സ് വെക്കുന്ന സ്ഥലം ഇവിടെയാണ്, അതുകൊണ്ട് അവിടെയാണ് ലോഡ്. പിന്നെ ഇവിടെ എന്താണ്, ഒരു സ്ക്രൂ ഉണ്ട് അല്ലേ, സ്ക്രൂ ഇരിക്കുന്നിടമാണ് ഫൽക്രം, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫോർട്ട് ഇവിടെ, ലോഡ് ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നു, ഫൽക്രം അങ്ങ് എൻഡിലേക്ക് പോകുന്നു. എഫോർട്ട് കൊടുക്കുന്നു, ലോഡ് സെൻട്രൽ വരുന്നു, ഫൽക്രം അവസാനം വരുന്നു. അതായത് ഇവിടെ നിന്നും ഫസ്റ്റ് ഓർഡർ ലിവറിൽ നിന്നും എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു വ്യത്യാസം, ലോഡ് ഇവിടെയും വരും, ഫൽക്രം ഇപ്പുറവും വരും, ഉണ്ടോ, ലോഡ് ഇവിടെയും വന്നു, ഫൽക്രം ഇവിടെയും വന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എഫോർട്ട് അവിടെ തന്നെ നിർത്തുന്നു. ഇനി മൂന്നാമത്തിലേക്ക് വരുമ്പോഴോ, ഈ എഫോർട്ട് ലോഡിൻ്റെ അടുത്തേക്കും പോകുന്നു, ലോഡ് എഫോർട്ടിൻ്റെ അടുത്തേക്കും പോകുന്നു. അപ്പം ഇവിടെ ആണെങ്കിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നു, ഇവിടെ ആണെങ്കിലോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നു, മനസ്സിലായി. അപ്പം തേർഡ് ഓർഡർ കിട്ടും. ലോഡ് ഇവിടെ വരുന്നു, എഫോർട്ട് ഇവിടെ വരുന്നു, ഫൽക്രം ഇവിടെ വരുന്നു. നിങ്ങൾ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ഐസ് കട്ടയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടോങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ സംഭവം. അതുപോലെ തന്നെ ഈ എഗ് പപ്സ് ഒക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ എടുത്ത് തരുന്നുണ്ടല്ലേ, കൈ കൊണ്ട് തൊടാതിരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. അതിനകത്ത് നമ്മൾ പ്രസ് ചെയ്യുന്നത് എവിടെയാണ്, എഫോർട്ട് എടുക്കുന്നത് പിന്നെ സെൻട്രലാണ്, അല്ലാതെ അറ്റത്ത് കൊണ്ടുവന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങത്തില്ല. ഒരു സെൻട്രൽ പോർഷനിലൊക്കെ പിടിച്ചാൽ മാത്രമേ അതൊന്ന് പ്രസ് ആവും. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഐസ് കട്ടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ഐസ് കട്ട എവിടെയാണോ പിടിക്കുന്ന ആ ഭാഗമാണ് ലോഡ്. നമ്മൾ കൊടുക്കുന്ന എഫോർട്ട് സെൻട്രലായിരിക്കും, ഫൽക്രം എന്ന് പറയുന്നത് അങ്ങ് അറ്റത്തായിരിക്കും, അതിൻ്റെ സ്ക്രൂയിങ് മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അറ്റത്തായിരിക്കും. ഇനി ഇതിനകത്ത് നിന്ന് വേർ ഇസ് ദ പൊസിഷൻ ഓഫ് ദി ലോഡ് ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓർഡറിനകത്താണെങ്കിൽ ഇൻ സെക്കൻഡ് ഓർഡർ ലിവർ ലോഡ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ ദ എഫേർട്ട് ആൻഡ് ദ ഫൽക്രം. അറിയാമല്ലോ, സെക്കൻഡ് ഓർഡർ ലിവറിനകത്തുള്ള ലോഡ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൽക്രം, അതാണ്. ഇനി മാർക്ക് ദ ലോഡ്, ഫൽക്രം ആൻഡ് എഫേർട്ട് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലോഡ് എവിടെയാണ്, ഫൽക്രം എവിടെയാണ്, എഫേർട്ട് എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. ഇപ്പോൾ നാരങ്ങ പിഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോഡ്, എഫേർട്ട്, ഫൽക്രം ഒക്കെ എവിടെയാണ്, അത് നമ്മൾ പറഞ്ഞു. വേർ വിൽ ബി ദ ഫൽക്രം in the second order liver? Fulcrum is always one end of the liver അല്ലേ. സെക്കൻഡ് ഓർഡർ ലിവറിനകത്ത് ഫൽക്രം എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ എൻഡിലായിരിക്കും, അതിൻ്റെ എൻഡ് ഭാഗത്തായിരിക്കും. പിന്നെ ലോഡിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കും, ഫൽക്രത്തിനും എഫോർട്ടിനും ഇടയിലായിരിക്കും എന്ന് എക്സാമിന് ചോദിച്ചാൽ എഴുതണം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, പേജ് നമ്പർ 147 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ എ സെക്കൻഡ് ഓർഡർ ലിവർ? സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ കേസിൽ ഇതിൽ ഏതാ കറക്റ്റ്? എഫോർട്ട് ആം ആൻഡ് ലോഡ് ആം ആർ ഈക്വൽ. എഫോർട്ട് ആമും ലോഡ് ആമും ഈക്വൽ ആയിരിക്കുമോ,
അതല്ല എഫോർട്ട് ആം ഈസ് ലോങ്ങർ ദാൻ ദ ലോഡ് ആം, എഫോർട്ട് ആം ഈസ് ഷോർട്ടർ ദാൻ ദ ലോഡ് ആം. എഫോർട്ട് ആം എന്ന് പറയുന്നത് ലോങ്ങർ ദാൻ ദ ലോഡ് ആം, അതായത് എഫോർട്ട് ആം എന്ന് പറയുന്നത് ഫൽക്രത്തിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പം എഫോർട്ട് ആം ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ട്, ലോഡാം ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലോഡാം ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഫൽക്രത്തിൽ നിന്നും ലോഡാമിൻ്റെ ഡിസ്റ്റൻസ് ഇത്, ഫൽക്രത്തിൽ നിന്ന് എഫോർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസ് ഇത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്? എഫോർട്ട് ആം ആണ്. അപ്പോൾ എഫോർട്ട് ആം ഈസ് ലോങ്ങർ ദാൻ ദ ലോഡ് ആം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ദെൻ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ ലിവർ വിൽ ഓൾവേസ് ബി, എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാര്യം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1-നേക്കാൾ കൂടുതൽ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്തുകൂടെ? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1-നേക്കാൾ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ സെക്കൻഡ് ഓർഡർ ലിവർ ഫ്രം ഡെയിലി ലൈഫ് സിറ്റുവേഷൻ. പേപ്പർ കട്ടർ അല്ലേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്തതാണ് തേർഡ് ഓർഡർ ലിവർ ആണ്. ഓക്കെ, ഈ തേർഡ് ഓർഡർ ലിവർ എന്താണ് നോക്കിക്കേ. തേർഡ് ഓർഡർ ലിവർ ഇതാണ്. ഇഫ് ദ എന്താ പറയുന്നത്? ഇഫ് ദ എഫോർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ ഫൽക്രം. എഫോർട്ട് എന്താണ്? ലോഡിനും ഫൽക്രത്തിനും ഇടയിലായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ ടോങ്സ്, പിന്നെ ഫോർസെപ്സ്, പിന്നെ ഫിഷിംഗ് പോള്, സ്റ്റാപ്ലർ, ഹ്യൂമൻ ഫോറാം, ഇതെല്ലാം എന്താണ്? ഈ തേർഡ് ഓർഡർ ലിവറിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. ഇനി ഒരു ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ഫിഗർ 7.16 ആൻഡ് മാർക്ക് ദ ലോഡ്, എഫോർട്ട് ആൻഡ് ഫൽക്രം. ലോഡും എഫോർട്ടും ഫൽക്രവും മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ലോഡ് അങ്ങ് ഫ്രണ്ടിൽ വരും, എഫോർട്ട് സെൻറ്ററിൽ വരും, ഫൽക്രം ബാക്കിൽ വരും. ഇൻ തേർഡ് ഓർഡർ ലിവേഴ്സ് വിച്ച് ആം ഈസ് ലോങ്ങർ? ഏത് ആമാണ് തേർഡ് ഓർഡർ ലിവറിൽ ലോങ്ങർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? എഫോർട്ട് ആം ഇത്രയല്ലേ ഉള്ളൂ, ലോഡാം ഇവിടെ മുതൽ ഫൽക്രം വരെ ദൂരം കൂടുതലാണ്. അപ്പോൾ ലോഡാമിനാണ് എന്താണ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ലോഡാമാണ് എന്താ തേർഡ് ഓർഡർ ലിവറിൽ ലോങ്ങർ ആയിട്ടുള്ളത്. വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദി തേർഡ് ഓർഡർ ലിവർ? തേർഡ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ആലോചിച്ച് നോക്ക്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് ഓർഡർ ലിവറിന് കൂടുതൽ എക്സാമ്പിൾസ് ചോദിച്ചാൽ ഫിഷിംഗ് പോള്, ബ്രൂം ഓർ മോപ്പ്, ട്വീസേഴ്സ്, ലോവർ ജോ, ഇതെല്ലാം തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഓഫ് എ ലിവർ, റിലേറ്റീവ് പൊസിഷൻ, അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു കോളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എഴുതേണ്ട എത്രയേ ഉള്ളൂ? ഫൽക്രം ലോഡിനും എഫോർട്ടിനും ഇടയിൽ വന്നാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ആയിരിക്കും. ഫൽക്രം സെൻട്രലല്ലേ, സെൻട്രൽ ഫൽക്രം ഇരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ഓരോന്ന് കറക്റ്റ് ഓർഡറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഫൽക്രം സെൻട്രൽ വന്നു കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. എന്നാൽ ലോഡ് എഫോർട്ടിനും ഫൽക്രത്തിനും ഇടയിലാണ് ലോഡ് വരുന്നതെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഫൽക്രം ഇവിടെ ആണ് വന്നത്, എഫോർട്ട് ലോഡ് ഇവിടെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1-നേക്കാൾ കൂടുതലായിരിക്കും. കൂടുതൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും അല്ലേ, വളരെ എളുപ്പമായിരിക്കും ഇത് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ എഫോർട്ട് ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ എഫോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഓർഡർ ലിവറും സെക്കൻഡ് ഓർഡർ ലിവറും തേർഡ് ഓർഡർ ലിവറും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവർ ഓർക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1. പിന്നെ സെക്കൻഡ് ഓർഡർ ലിവർ ഓർക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1. അതുപോലെ തന്നെ തേർഡ് ഓർഡർ പറയുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 ആയിരിക്കും. പുള്ളി എന്ന് പറയുന്ന സംഭവമാണ് അടുത്തത്. ഫിക്സഡ് പുള്ളിയുണ്ട്, അതുപോലെ തന്നെ മൂവബിൾ പുള്ളിയുണ്ട്. നമുക്കറിയാമല്ലോ ഈ കപ്പിയും കയറും വെച്ചിട്ട് ചെയ്യുന്നേ, വെള്ളം കോരുന്നത് പോലുള്ളത്. അപ്പോൾ ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത് ഇതാ ഈ ഫിഗർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടോ. ഒരു ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് അറൗണ്ട് എ സ്റ്റേഷനറി ആക്സിൽ, അതായത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ആക്സിലിൽ ആയിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഫൽക്രമാണ് ഇത്, ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും ഇത്. ഓക്കെ, ഫൽക്രം അനങ്ങത്തില്ല, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ലോഡ് വരുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ ഇത് വലിക്കുമ്പോൾ എഫോർട്ട് കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇതാണ് ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഓർഡർ ലിവറിന് തുല്യമായിരിക്കും. കാരണം കണ്ടില്ലേ, ഇതാ ഇവിടെ എഫോർട്ടും ലോഡും ഒരുപോലെ തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ലോഡ് ആം ആൻഡ് എഫോർട്ട് ആം ഓഫ് ദ പുള്ളി? ഒരു പുള്ളിയുടെ ലോഡ് ആമും എഫോർട്ട് ആമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഓർഡർ ലിവർ പോലെയാണ്. രണ്ടാമത്, വെൻ വി കൺസിഡർ എ ഫിക്സഡ് പുള്ളി വിതൗട്ട് ഫ്രിക്ഷൻ, നമ്മൾ ഒരു ഫിക്സഡ് പുള്ളിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഫ്രിക്ഷൻ ഇല്ലാതെ ഒരു ഫിക്സഡ് പുള്ളിയെ നമ്മൾ കൺസിഡർ ചെയ്താൽ വി ഹാവ് ടു അപ്ലൈ എന്തായിരിക്കും? ആൻ എഫോർട്ട് ഈക്വൽ ടു ലോഡ്. എഫോർട്ട് ലോഡിന് ഈക്വൽ ആയിട്ടായിരിക്കും പോകുന്നത് കേട്ടോ, വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ഫിക്സഡ് പുള്ളി? ഫിക്സഡ് പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിടത്തും തുല്യമാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പറഞ്ഞല്ലോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 ആയിരിക്കും.
ഓക്കെ, ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രിക്ഷൻലെസ് ഫിക്സഡ് പുള്ളി ടു ലിഫ്റ്റ് ഒബ്ജക്ട്സ്? അതായത് ഒബ്ജക്റ്റുകളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഫിക്സഡ് പുള്ളിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പിന്നെ ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, അതായത് ആ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് മൂവബിൾ പുള്ളിയാണ്. മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഫിക്സഡ് പുള്ളി എന്ന് പറയുമ്പം ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആക്സിൽ ഉണ്ടായിരുന്നു, അതിനകത്തായിരുന്നു ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചരട് മാത്രമാണ് അല്ലേ, ആ ഒരു കയർ മാത്രമാണ്. എന്നിട്ട് ഈ പറയുന്ന പുള്ളി എന്ത് ചെയ്യാണ്, അവിടെ ഇങ്ങനെ ഹാങ് ആയി കിടക്കുകയാണ്, ഫിക്സഡ് അല്ല. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിന്നാണ് നമ്മൾ എഫോർട്ട് കൊടുക്കുന്നത്, ഇവിടെ നിന്നാണ്, ഇതാണ് ഫൽക്രം. ഫൽക്രം എന്ന് പറയുന്നത് ഇതാണ്, ഇവിടാണ് ലോഡ് കൊടുക്കുന്നത് അല്ലേ, ലോഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ വെൻ എഫോർട്ട് ഈസ് അപ്ലൈഡ് ടു എ മൂവബിൾ പുള്ളി, നമ്മളൊരു എഫോർട്ട് നമ്മൾ കൊടുക്കുകയാണ്, ഇവിടെ ഒരു എഫോർട്ട് നമ്മളൊരു മൂവബിൾ പുള്ളിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം അവിടെ എന്തൊക്കെയായിരിക്കും ലിഫ്റ്റ് ചെയ്യുന്നത്? ലോഡ് മാത്രമല്ല, ഈ പുള്ളിയും ലോഡും അടക്കം മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യപ്പെടും എലോങ് വിത്ത് ദ റോപ്പ്, ആ റോപ്പിനോടൊപ്പം തന്നെ. മനസ്സിലായല്ലോ? ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ലിവറിന് തുല്യമാണ് ഈ ഒരു മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ എടുക്കുന്നത്? എഫോർട്ട് ആം ബൈ ലോഡ് ആം ആണ്. അതായത് ഡയമീറ്റർ ഓഫ് എ പുള്ളിയാണ്, എഫോർട്ട് ആം എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് എ പുള്ളി, അതായത് 2r ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ പുള്ളി r ആണ്. അപ്പോൾ r പോയി 2 ആണ് കിട്ടുന്നത്. ദ റോപ്പ് ഈസ് പുൾഡ്, അല്ല, ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സിംഗിൾ മൂവബിൾ പുള്ളി ഈസ് 2. അപ്പോൾ സിംഗിൾ മൂവബിൾ പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് സോ, അങ്ങനെയെങ്കിൽ ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ടു ബി ലിഫ്റ്റഡ് ഷുഡ് ദ അപ്ലൈഡ് എഫോർട്ട് ബി? അപ്പം നമ്മളൊരു എഫോർട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എത്രത്തോളം ലോഡാണ്, എത്ര ടൈംസ് ലോഡായിരിക്കും നമുക്ക് ഉയർത്താൻ സാധിക്കുക? ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA = ലോഡ് ബൈ എഫോർട്ട് എന്നല്ലേ, MA = ലോഡ് ബൈ എഫോർട്ട്. ഇവിടെ ഓൾറെഡി MA തന്നിട്ടുണ്ട്, 2 = ലോഡ് ബൈ എഫോർട്ട്. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് = 2, എഫോർട്ട് താഴെ കിടക്കാണ്, ഡിവൈഡ് ചെയ്ത് കിടക്കാണ്, ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും. ലോഡ് = 2 × എഫോർട്ട് എന്നാവും. നമുക്ക് എന്താ വേണ്ടുന്നത്? അപ്പോൾ എഫോർട്ട് = ലോഡ് അതുപോലെ തന്നെ അവിടെ ഇടുക, ഈ 2 ഇൻറ്റു ചെയ്ത് കിടക്കുന്ന സാധനം ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ എഫോർട്ട് = ലോഡ് ബൈ 2, ലോഡിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ എഫോർട്ട് വരുന്നതെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? വീൽ ആൻഡ് ആക്സിൽ. ഓക്കെ, എന്താണ് വീൽ ആൻഡ് ആക്സിൽ? ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ആക്സിൽ പിടിപ്പിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു വീലുണ്ടാവും അല്ലേ? ഇതൊരു വീലാണ്, ഇതൊരു ആക്സിലാണ്. ഓക്കെ, ഇനി എന്താണ് വീൽ ആൻഡ് ആക്സിൽ എന്നുള്ള ഒരു ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെഷീൻ. വീൽ ആൻഡ് ആക്സിൽ ഈസ് എ സിമ്പിൾ മെഷീൻ where a force or effort is applied to a large wheel causing a small axle to rotate. അതായത് ഈ ഒരു ചെറിയ ആക്സിൽ പിടിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വലിയ വീലുണ്ടല്ലോ, ആ വീൽ ഇങ്ങനെ കറങ്ങുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ വീൽ ആൻഡ് ആക്സിൽ അതാണ്. ദിസ് സിസ്റ്റം വാസ് ഫേമസ്ലി യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ട്രെയിൻ ബോഗീസ് വെൻ മോഡേൺ മെഷീൻസ് ഫെയിൽഡ്. അതായത് എന്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്തിനാണ്? ഈ പറയുന്ന ഹെവി ആയിട്ടുള്ള ട്രെയിനുകളെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് വളരെ ഫേമസ് ആയി മാറിയത്. ഓക്കെ, പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവിടെ വീലിൻ്റെ റേഡിയസ് കൂടുതലാണ്, ഗിയറിൻ്റെ റേഡിയസ് കുറവാണ് അല്ലേ? ഗിയറിൻ്റെ റേഡിയസ് കുറവല്ലേ, വീലിൻ്റെ റേഡിയസ് കൂടുതലല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? >1 ആയിരിക്കും. അപ്പോൾ ഇവിടെ വീലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കൂടുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ദ ട്രെയിൻ ബോഗീസ് വെർ ലിഫ്റ്റഡ് സ്ലോലി ബൈ ടേണിംഗ് ദ വീൽ യൂസിങ് ലോങ് ലിവേഴ്സ്. അപ്പോൾ ലോങ് ലിവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ട്രെയിനിൻ്റെ ബോഗീസ് ഒക്കെ നമുക്ക് പതുക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ആ വീല് ടേൺ ചെയ്തുകൊണ്ട്. മനസ്സിലായി? ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അടുത്ത ടോപ്പിക്കാണ് ഗിയർ. ഗിയർ നമുക്കറിയാമല്ലോ, വണ്ടിയുടെ ഒക്കെ ഗിയർ നമുക്കറിയാം. ഗിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ്. അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്, യൂസ്ഡ് ഇൻ മെഷീൻ. എന്തിനു വേണ്ടിയിട്ടാണ് മെഷീനിൽ ഇത് യൂസ് ചെയ്യുന്നത്? ടു ട്രാൻസ്ഫർ മോഷൻ ഓർ ഫോഴ്സ് ഫ്രം വൺ പാർട്ട് ടു അനദർ. മോഷനോ അല്ലെങ്കിൽ ഫോഴ്സോ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് 2 or more ഇന്റർലോക്കിംഗ് ടൂത്ത്ഡ് വീൽസ്. രണ്ടോ അതിൽ കൂടുതലോ ഇന്റർലോക്ക്ഡ് ആയിട്ടുള്ള ടൂത്ത്ഡ് വീൽസ് ചേർന്നാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ടൂത്ത്ഡ് വീൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അറ്റാച്ച്ഡ് ടു എഞ്ചിൻ ആയിരിക്കും, പിന്നൊന്ന് അറ്റാച്ച്ഡ് ടു ആക്സിൽ ആയിരിക്കും. നിങ്ങളുടെ ആ ബുക്കിനകത്തുള്ള ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വെൻ എ ലാർജ് ടൂത്ത് വീൽ റൊട്ടേറ്റ് വൺസ്, ഹൗ മെനി ടൈംസ് വിൽ ദ സ്മോൾ ടൂത്ത് വീൽ റൊട്ടേറ്റ്? അതായത് ഈ ലാർജ് ടൂത്ത് വീൽ ഉണ്ടല്ലോ,
അത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിച്ചു. വലിയ വീലും ഉണ്ട്, ചെറിയ വീലും ഉണ്ട്. വലിയ വീല് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ചെറിയ വീല് എത്ര തവണയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒന്നിൽ കൂടുതൽ തവണയായിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് വിൽ ദിസ് കോസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് ടൂത്ത് വീൽ? അതായത് ഈ സെക്കൻഡ് ടൂത്ത് വീൽ ഉണ്ടല്ലോ, വാട്ട് ചേഞ്ചസ് വിൽ ദിസ് കോസ്, ഇത് കാരണം കൊണ്ട് സെക്കൻഡ് ടൂത്ത് വീലിനുണ്ടാകുന്ന ആ ഒരു സ്പീഡ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് വീൽ അല്ലെങ്കിൽ ആ ചെറിയ വീലില്ലേ, ചെറിയ വീലിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ, വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്ത് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ വൈൽ ഗോയിങ് അപ്പ് ഹിൽ? കണ്ടോ, അപ്പം മുകളിലേക്ക് പോകുമ്പോൾ, അപ്പ് ഹില്ലിലേക്ക് പോകുമ്പോൾ ഏത് വീലായിരിക്കും, അതായത് വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്ത് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ വൈൽ ഗോയിങ് അപ്പ് ഹിൽ? ലാർജ് ടൂത്ത് വീലാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് വലിയ വീലുണ്ട്, ചെറിയ വീലുണ്ട്, വലിയ വീലുണ്ട്, ചെറിയ വീലുണ്ട്. നമുക്ക് വേഗം കൂടുതൽ പോകണം, നമുക്ക് പാഞ്ഞു പോകണം, സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ വലിയ വീലിൽ നിന്നും ചെറിയ വീലിലേക്ക് എന്ത് ചെയ്യും? ആ എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഒരു കയറ്റമൊക്കെ കയറുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ബലം അല്ലേ, ഭയങ്കരമായിട്ടുള്ള ഒരു ബലം പ്രയോഗിച്ച് വേണം മേളിലേക്ക് കയറാൻ. അങ്ങനെ ബലം പ്രയോഗിച്ച് മേളിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? ഈ ഒരു ചെറിയ വീല് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ വീലിൽ എനർജി നിൽക്കുന്നത്. എന്നാൽ വലിയ വീലിൽ നിന്ന് ചെറിയ വീലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റം ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? വണ്ടി വേഗത്തിൽ പോകാൻ പറ്റും. എന്നാൽ കയറ്റമൊക്കെ കയറുമ്പോൾ ഭയങ്കര ബലം അവിടെ ആവശ്യമാണ്. അവിടെ വേഗതയെക്കാളേറെ ബലം കൊടുത്താണ് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ചെറിയ വീലിൽ നിന്നും വലിയ വീലിലേക്ക് എന്ത് ചെയ്യും? അവിടുത്തെ ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിയ വീലിൽ നിന്നായിരിക്കും അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. അടുത്തത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചരിഞ്ഞ പ്രതലത്തിലൂടെ ഉള്ള ആ ഒരു റാമ്പ് പോലെ അല്ലേ, അതിനകത്തൂടെ ഇങ്ങനെ കയറി പോകുന്നു. കുറച്ച് ഈസിയർ ആണല്ലേ സ്റ്റെപ്പ് കയറുന്നതിനേക്കാളും. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് എ സിമ്പിൾ മെഷീൻ ലൈക്ക് എ റാമ്പ് പോലുള്ള സിമ്പിൾ മെഷീൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതിലൂടെ ആയിരിക്കും എളുപ്പം. ടു എ സർട്ടൻ ഹൈറ്റ് വിത്ത് ലെസ് എഫോർട്ട്, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് വളരെ കുറഞ്ഞ എഫോർട്ട് കൊണ്ട് ഇതിനെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പം തന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ പടി കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. റാമ്പിലൂടെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം. പിന്നെ മാത്രമല്ല ഇതിനകത്തൂടെ മറ്റൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഏതൊക്കെ റാമ്പുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ലെങ്തുകളിൽ യൂസ് ചെയ്യുമ്പോഴാണ് റാമ്പ് യൂസ് ചെയ്യുമ്പോഴാണ് ഈസിയർ ആണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. അതാണ്ട് ഇപ്പോൾ ഒരാൾ ഒരു ഏണി വെച്ച് കയറുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? മല കയറുന്നു അല്ലേ? ഇപ്പം പിന്നെ വലിയ പിന്നെ മൗണ്ട് എവറസ്റ്റ് അങ്ങനെയൊക്കെയുള്ള വലിയ മലകളൊക്കെ കയറുമ്പോൾ ഇങ്ങനെ പിടിച്ച് ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ നെട്ടരെ അങ്ങനെയൊക്കെ കയറുമ്പോഴും ഒക്കെ പ്രയാസമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ഓവറായിട്ട് എഫോർട്ട് എടുക്കേണ്ടി വരും. അതേസമയം ഒരു ഇച്ചിരി ചരിഞ്ഞു കഴിഞ്ഞാൽ ആ എഫോർട്ട് ഒരു ഇച്ചിരി കുറയും ഇല്ലേ? കുറച്ചും കൂടെ ചരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫോർട്ട് കുറയും അല്ലേ? ഇങ്ങനെ കിടക്കുന്ന ഒരു ഒത്തിരി ചരിവ് കുറഞ്ഞൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിലോ നമുക്ക് സുഖമായിട്ട് നടന്നു പോയിക്കൂടെ? അപ്പോൾ നമ്മുടെ എഫോർട്ട് കുറയത്തില്ലേ? അപ്പോൾ എത്രത്തോളമാണോ അതിൻ്റെ ചരിവ് വരുന്നത് അതിനനുസരിച്ച് എഫോർട്ട് കുറയും. ഹൈറ്റ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം എന്താ, ഇവിടെ വരാണ് ഹൈറ്റ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താ ഇങ്ങനെയാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹൈറ്റ് ഇത്രയും തന്നെയാണ്. ഇവിടെ മുതൽ ഇവിടെ വരാണ് ഹൈറ്റ്. ഇതേ ഹൈറ്റിൽ നിന്നുകൊണ്ട് ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചരിച്ചാൽ കുറച്ചുകൂടെ സുഖമായിരിക്കില്ലേ നമുക്ക് കയറിപ്പോവാൻ. ഇത് ഇച്ചിരി കൂടി ഇങ്ങനെയാണെങ്കിലോ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും കയറിപ്പോവാൻ. പിന്നെയും ഒന്ന് നല്ല ചരിവാണെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും കയറിപ്പോവാൻ. അതാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ പല തരത്തിലുള്ള ആ ഒരു ലെങ്ത് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗുണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ L/E, ലോഡ് ബൈ എഫേർട്ട് ആണ്. അതായത് ലോഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ്, നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ വെയിറ്റ് അല്ലെങ്കിൽ ആ ലോഡ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ ഫോഴ്സ് അപ്ലൈഡ്, നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്താണോ അതിനെയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു L/H. L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിവൈഡഡ് ബൈ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വെഡ്ജസ് ആണ്. ഓക്കെ, വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ആപ്പൊക്കെ വെക്കുക എന്ന് പറയും. തടിയൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ആപ്പ് അങ്ങോട്ട് വെച്ചിട്ട് ഒരു ചെറിയ ഗ്യാപ്പുള്ള പ്ലേസിൽ ആപ്പ് വെച്ചിട്ട് ചുറ്റിയിൽ വെച്ച് അടിച്ചടിച്ച് എന്ത് ചെയ്യും? ഇതാണെങ്കിൽ ചെറിയൊരു ക്രാക്കുള്ള ഭാഗമാണെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് ക്രാക്കായിട്ട് രണ്ടായിട്ട് അങ്ങ് ഡിവൈഡായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെഡ്ജസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ വെഡ്ജസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ മെഷീൻ ഓഫൺ യൂസ്ഡ് ടു സെപ്പറേറ്റ് ടു ഒബ്ജക്ട്സ്. അതായത് യൂസ്ഡ് ടു സെപ്പറേറ്റ്, അതായത് രണ്ട് ഒബ്ജക്റ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോർഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും പോർഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഡ്ജ് യൂസ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് ടൂൾസ് ആയിട്ടുള്ള നൈഫ്, ആക്സ്, ചിസൽ, ഇതെല്ലാം എന്താണ്? വെഡ്ജസിന്റെ പല വേരിയൻസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോഡ് ബൈ എഫേർട്ട് ആണ്. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് വെഡ്ജ്,
വെഡ്ജിൻ്റെ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ആ വെഡ്ജിൻ്റെ തിക്നെസ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അതായത് ഹൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ലെങ്ത് ലാർജർ ആയിരിക്കണം, എന്നാൽ തിക്നെസ് കുറവായിരിക്കണം. ഇതാണ് വെഡ്ജിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.